Good morning to all. Here you are given with an important question which requires you to find out the gross total income of the assessee named Mr. Amar Singh if he is an ordinary resident, not ordinarily resident and a non-resident. And the question is, Mr. Amar Singh settled in Australia has the following incomes during the previous year 2019-20. These are the informations regarding his income received during the previous year 2019-20. First one, income from agriculture in Australia remitted to India rupees 2 lakh. Income from agriculture in Punjab received in Australia 4 lakh. Income from business in Australia received there 12 lakhs. Income earned from another business in Kuwait, business being controlled from India, rupees 1 lakh. And additional information is also given with that pointer. 25,000 is received in India. Dividend from an Indian company 50,000. Dividend from a US company received in Australia 2,50,000. Royalty received in Australia from Mr. Kishore, a resident in India, provided for a business in Australia 3 lakh. Profit from business in Delhi controlled from Australia 7 lakh. Profit on sale of a building in Delhi 15 lakh. The building was sold to his friend in Australia and the amount received in Australia. Profit from business in Maldives. The business is controlled from Delhi. 50% of the profit deposited in a bank there and 50% is remitted to India, rupees 5 lakh. Interest received from Mr. Ajit Singh on a loan provided to him for a business in India, 2,40,000. Compute the gross total income of Mr. Amar Singh if he is an ordinarily resident, not ordinarily resident and a non-resident. Okay. ഈ ക്വസ്റ്റ്യനിൽ ഓസ്ട്രേലിയയിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് അമർ സിംഗ്. അദ്ദേഹത്തിന് 2019-20 എന്ന് പറയുന്ന പ്രീവിയസ് ഇയറിൽ ഉണ്ടായിട്ടുള്ള ഇൻകത്തിന്റെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് 3 ടൈപ്പ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടെങ്കിലും ഇതിലേതെല്ലാം ഇൻകത്തിന് ടാക്സ് കൊടുക്കണം. ഓരോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലും എത്രയാണ് അദ്ദേഹത്തിന്റെ ടാക്സബിൾ ഇൻകം എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓരോ ഐറ്റവും 1 by 1 ആയിട്ട് ശ്രദ്ധിച്ച് നോക്കിക്കോളാം. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഓസ്ട്രേലിയ റെമിറ്റഡ് ടു ഇന്ത്യ വിച്ച് അമൗണ്ട്സ് ടു rupees 2 lakh. അതായത് ഓസ്ട്രേലിയയിൽ ലഭിച്ചിട്ടുള്ള അഗ്രികൾച്ചറൽ ഇൻകം ആണ് 2 lakh. അതെന്താണ്, വിദേശത്ത് തന്നെ ലഭിച്ചിട്ടുള്ളതാണ്, ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതും വിദേശത്ത് തന്നെയാണ്. അതുകൊണ്ട് അത് ആർക്ക് മാത്രമേ ടാക്സബിൾ ആവുകയുള്ളൂ? റെസിഡന്റ്, ഓർഡിനറിലി റെസിഡന്റിന് മാത്രമേ ഗ്ലോബൽ ഇൻകം ടാക്സബിൾ ആവുകയുള്ളൂ. അതുകൊണ്ട് ആ കേസിൽ മാത്രം ടാക്സ് കൊടുത്താൽ മതി. ദാറ്റ് 2 lakh rupees is taxable only to resident, ordinarily resident, and it is not taxable to resident, not ordinarily resident and non-resident. Then second item, income from agriculture in Punjab received in Australia 4 lakh. ഈ പറഞ്ഞിരിക്കുന്നത് അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അത് ഇന്ത്യയിലാണ് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. റിസീവ് ചെയ്തിരിക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത് 4 lakh ആണ്. സാധാരണഗതിയിൽ ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യപ്പെട്ട ഇൻകം ആണ്, പക്ഷെ കിട്ടിയത് വിദേശത്താണെങ്കിൽ കൂടെ ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തിക്കൊണ്ട് അതെന്താണ് 3 റെസിഡൻസിനും ഈക്വലി ടാക്സബിൾ ആവേണ്ട ഒരു ഐറ്റം ആണ്. പക്ഷെ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്, ഇന്ത്യൻ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ഐറ്റം ആണ്. അത് ആരും എന്ത് ചെയ്യണ്ട, ടാക്സ് കൊടുക്കേണ്ടാത്തൊരു ഐറ്റം ആണ്. എക്സെപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതിനകത്ത് വരുന്നൊരു പോർഷൻ ആണിത്. ഇന്ത്യൻ അഗ്രികൾച്ചറൽ ഇൻകം ഇസ് എ നോൺ ടാക്സബിൾ ഐറ്റം. സോ ടാക്സസീസ് ആർ നോട്ട് എക്സ്പെക്ടഡ് ടു പേ ടാക്സ് ഫോർ ഇന്ത്യൻ അഗ്രികൾച്ചറൽ ഇൻകം. ഓക്കെ, അപ്പൊ അതിനെന്ത് ചെയ്യേണ്ട, ആരും ടാക്സ് കൊടുക്കണ്ട. ഇത് വേറെ എന്തെങ്കിലും ഐറ്റം ആണ്, ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യപ്പെട്ട ഒരു ഇൻകം ആണ്. റിസീവ്ഡ് എന്ന് പറയുന്നത്, പ്ലേസ് ഓഫ് റിസീപ്റ്റ് എന്ന് പറയുന്നത് വിദേശത്ത് എവിടെയെങ്കിലും ആണെന്നിരിക്കട്ടെ, എന്നാൽ കൂടെ ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിൽ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും, ഏത് അസസി ആണെങ്കിലും. പക്ഷെ ഇത് ഇന്ത്യൻ അഗ്രികൾച്ചറൽ ഇൻകം ആയതുകൊണ്ടാണ് ടാക്സ് കൊടുക്കാത്തത്. ആർക്കും അതെന്തല്ല, ടാക്സബിൾ ഐറ്റം അല്ല. ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഓസ്ട്രേലിയ റിസീവ്ഡ് there.
ഓക്കെ, ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഓസ്ട്രേലിയ റിസീവ്ഡ് ദർ. ഗ്ലോബൽ ഇൻകം ആണ്, അല്ലെ ഫോറിൻ ഇൻകം ആണ്, വിദേശത്തുണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കിട്ടിയിരിക്കുന്നത് അവിടെ തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? റെസിഡന്റ് ഓർഡിനറി റെസിഡന്റ് മാത്രമേ കൊടുത്താൽ മതിയാവും. കാരണം ബിസിനസ് ഈസ് നോട്ട് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ എന്നുള്ളതാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ് കൂടെ കൊടുക്കേണ്ടി വന്നേനെ. ഇവിടെ അതിന്റെ ആവശ്യമില്ല. നെക്സ്റ്റ് ഐറ്റം, income earned from another business in Kuwait, business being controlled from India, which amounts to rupees 1 lakh. Out of that 25,000 is received in India. ഈ പോയിന്റ് ശ്രദ്ധിച്ച് നോക്കിക്കോളാം. ഇൻകം ഏൺഡ് ഫ്രം അനദർ ബിസിനസ് ഇൻ കുവൈറ്റ്, ദ ബിസിനസ് ഇസ് ബീങ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ and the income amounts to rupees 1 lakh, and out of that 1 lakh 25,000 rupees is received in India. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബിസിനസ് ഇൻകം റിസീവ്ഡ് അബ്രോഡ് പ്രൊവൈഡഡ് ദ ബിസിനസ് ഇസ് ബീങ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ ബോത്ത് റെസിഡന്റ് ഓർഡിനറി റെസിഡന്റ് ആൻഡ് resident not ordinarily resident are expected to pay tax for a business income provided the business is being controlled from India. Okay. അപ്പോൾ ആ 1 ലക്ഷം രൂപയ്ക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റയർ എമൗണ്ട് 1 lakh റുപ്പീസിന് 2 അസസീസ് ടാക്സ് കൊടുക്കണം. റെസിഡന്റ് ഓർഡിനറി റെസിഡന്റ്, റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഔട്ട് ഓഫ് ദ 1 lakh rupees, rupees 25,000 is received in India. An income which is received in India or deemed to be received in India എന്ന് പറയുന്ന കേസിൽ ആർക്കും ടാക്സ് ലയബിലിറ്റി ഉണ്ട്, നോൺ റെസിഡന്റിനും ടാക്സ് ലയബിലിറ്റി ഉണ്ട്. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, though it is generated in foreign, but the income is generated in India, so the non-resident is also expected to pay tax for an income which is received in India. So the non-resident is also expected to pay tax on that 25,000 rupees. Next point, dividend from an Indian company is rupees 50,000. നിങ്ങൾക്കറിയാം, ഡിവിഡൻഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി അപ് ടു ദ എമൗണ്ട് ഓഫ് rupees 10 lakh എന്ന് പറയുന്നത് നോൺ ടാക്സബിൾ ഐറ്റം ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ട, ആ ഐറ്റത്തിന് ആരും എന്ത് ചെയ്യേണ്ട, ടാക്സ് കൊടുക്കണ്ട. ദെൻ ഡിവിഡൻഡ് ഫ്രം എ US company received in Australia. Dividend from a US company and the amount is received in Australia. ഫോറിൻ ഇൻകം ആണ്, പ്യുവർലി ഫോറിൻ ഇൻകം ആണ്. അതുകൊണ്ട് തന്നെ ആര് മാത്രം ടാക്സ് കൊടുത്താൽ മതിയാവും? ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി ആണ് എന്ത്, എക്സംപ്റ്റഡ് ഐറ്റം. ഫോറിൻ കമ്പനി ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരു ഇൻകം തന്നെയാണ്, പക്ഷെ അതൊരു ഫോറിൻ ആണ്, അല്ലെങ്കിൽ ഫോറിൻ ഇൻകം ആണ്, അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഇൻകം ആണ്. അതുകൊണ്ട് അത് ആര് ടാക്സ് കൊടുത്താൽ മതിയാവും? റെസിഡന്റ് ഓർഡിനറി റെസിഡന്റ് ടാക്സ് കൊടുത്താൽ മതിയാവും. Royalty received in Australia from Mr. Kishore, and Kishore is a resident in India, provided for a business in Australia. റോയൽറ്റി റിസീവ് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിലുള്ള ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു എമൗണ്ട് ആണ്. ആ എമൗണ്ടിനകത്തു നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഏണിംഗ് ആണ്. കൊടുത്തിരിക്കുന്ന ആളെന്ന് പറയുന്നത്, റോയൽറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആള് ഇന്ത്യൻ റെസിഡന്റ് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ എമൗണ്ട് കൊടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിലുള്ള ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പൊ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഇൻകം കിട്ടിയിരിക്കുന്നതും ഓസ്ട്രേലിയ തന്നെയാണ്. സോ ഈ കേസിലും ആര് മാത്രം കൊടുത്താൽ മതിയാവും? ഓർഡിനറി റെസിഡന്റ് ഓർഡിനറി റെസിഡന്റിന് മാത്രമേ ഉണ്ടാവുള്ളൂ ടാക്സ് ലയബിലിറ്റി. Profit from a business in Delhi controlled from Australia. Profit from a business in Delhi controlled from Australia. ഈ പോയിന്റ് ശ്രദ്ധിച്ച് നോക്കിക്കോളാം. ബിസിനസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഡൽഹി ബട്ട് ഇറ്റ് ഈസ് കൺട്രോൾഡ് ഫ്രം ഓസ്ട്രേലിയ. കൺട്രോൾ ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ്, പക്ഷെ ബിസിനസ് എന്ന് പറയുന്നത് സിറ്റുവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പോൾ ബിസിനസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ നിന്നിട്ടാണ്, അതായത് ഒരു ഓസ്ട്രേലിയൻ ബെസ്റ്റ് കമ്പനി ആവാം. പക്ഷെ ബിസിനസ് സെറ്റപ്പ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പൊ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പൊ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ ടാക്സബിൾ ആയിട്ടുള്ള ഐറ്റം ആണ്. അപ്പൊ അതെന്ത് ചെയ്യേണ്ടി വരും? ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all Indians like all assessees are expected to pay tax on an Indian
an income which is received in India. അപ്പോൾ അതെന്ത് ചെയ്യേണ്ടി വരും? That 7 lakh is equally taxable on resident, ordinarily resident, resident not ordinarily resident, and non-resident also. Next point, profit on sale of a building in Delhi, 15 lakh. The building was sold to his friend in Australia and the amount received in Australia. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളാം. Profit on sale of a building in Delhi, which amounts to rupees 15 lakh, and the building was sold to his friend in Australia and the amount received in Australia. അതായത് ആ പറയുന്ന ഒരു 15 lakhs എന്ന് പറയുന്ന ആ ഒരു ഇൻകം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ സെയിൽ ഓഫ് എ ബിൽഡിംഗ് ഇൻ ഡൽഹി. അപ്പോൾ ഇന്ത്യയിൽ ഉള്ള ഒരു ക്യാപിറ്റൽ അസറ്റിന്റെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്, അല്ലെങ്കിൽ ഒരു ഏണിംഗ് ആണ് 15 lakhs എന്ന് പറയുന്നത്. ഇൻകം ജനറേറ്റഡ് ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ അത് റിസീവ്ഡ് എൽസ്വെയർ ആണ്. പക്ഷെ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിലുള്ള ഒരു ഇൻകം ആണ്, അല്ലെങ്കിൽ ദാറ്റ് ഇൻകം is expected to be received in India since it is generated in India. അതാണ് കണ്ടീഷൻ കേസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യപ്പെട്ട ഒരു ഇൻകം ആണ്, കിട്ടിയത് പുറത്തെവിടെയാണ്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു കാറ്റഗറിയിൽ ട്രീറ്റ് ചെയ്യും. അപ്പോൾ ആ എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? എല്ലാവർക്കും ഈക്വലി ടാക്സബിൾ ആണ്. ദ നെക്സ്റ്റ് പോയിന്റ്, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ മാൽഡീവ്സ്. The business is controlled from Delhi. 50% of the profit deposited in a bank there and 50% is remitted to India, rupees 5 lakh. അപ്പോൾ ഇതിൻ്റെ ശ്രദ്ധിച്ച് നോക്കിക്കോളാം. പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ മാൽഡീവ്സ്, ദ ബിസിനസ് ഈസ് കൺട്രോൾഡ് ഫ്രം ഡൽഹി. 50% of the profit deposited in a bank there and 50% is remitted to India, which amounts to rupees 5 lakh. അതായത് മാൽഡീവ്സിലുള്ള ഒരു ബിസിനസ് ആണ്, പക്ഷെ അതിനകത്തുനിന്ന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ആണ് എത്ര? 5 lakh എന്ന് പറയുന്നത്. അത് കൺട്രോൾ ചെയ്യപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അതിനകത്ത് 50% ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, 50% ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇന്ത്യയിലേക്ക് എത്ര കൊണ്ടുവന്നു, ബാങ്കിൽ അവിടെ എത്ര ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളത് നോക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ആകെ എന്ത് മാത്രമേ നോക്കേണ്ടതുള്ളൂ? ബിസിനസ് ഇൻകം ആണ് 5 lakh. ആ 5 lakh എന്ന് പറയുന്നത് മുഴുവനും ബിസിനസ് ഇൻകം ആണ്. അത് ജനറേറ്റ് ചെയ്യപ്പെട്ടത് വിദേശത്താണ്. പക്ഷെങ്കിൽ 5 lakh എന്ന് പറയുന്ന ആ ഇൻകം ഇന്ത്യയിൽ വെച്ചിട്ട് കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ എൻ്റയർ എമൗണ്ടും രണ്ട് അസസീസിനും മാത്രം എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. റെസിഡന്റ്, ഓർഡിനറിലി റെസിഡന്റ്, റെസിഡന്റ് നോട്ട് ഓർഡിനറിലി റെസിഡന്റ്. കാരണം എന്താണ്? ബിസിനസ് ഇൻകം ആണ്. ബിസിനസ് ഈസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ എന്നുള്ള കോണ്ടെക്സ്റ്റിൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്തു, എത്ര കൊണ്ടുവന്നു എന്നുള്ളത് നോക്കണ്ട. ടോട്ടൽ ഏണിങ്സ് എത്രയാണ് അത് മാത്രം നോക്കിയാൽ മതി. അതിനകത്ത് ഒരു ഭാഗം ഇന്ത്യയിലാണ് റിസീവ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്ന എമൗണ്ടിന് നോൺ റെസിഡന്റിലൂടെയും ടാക്സ് ലയബിലിറ്റി ഉണ്ടായിരുന്നതിന്. പക്ഷെ ഇവിടെ ഇന്ത്യയിൽ റിസീവ് ചെയ്തിട്ടില്ല. റിസീവ് ചെയ്തത് അവിടെയാണ്. അവിടുന്ന് ഇങ്ങോട്ട് റെമിറ്റൻസ് ആണ് ഉള്ളത്. അതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല. ഒറിജിനൽ റെസിപ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലായിരുന്നു എന്നുണ്ടെങ്കിൽ നോൺ റെസിഡന്റിലൂടെ എന്ത് ചെയ്യേണ്ടി വരുന്നത്? ടാക്സ് കൊടുക്കേണ്ടി വന്നാണ്. ലാസ്റ്റ് ഐറ്റം, interest received from Mr. Ajit Singh on a loan provided to him for a business in India, rupees 2,40,000. ഈ ഒരു പോയിന്റ് വളരെ ശ്രദ്ധിച്ചു നോക്കുക. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ അജിത് സിംഗ് ഓൺ എ ലോൺ പ്രൊവൈഡഡ് ടു ഹിം ഫോർ എ ബിസിനസ് ഇൻ ഇന്ത്യ, rupees 2,40,000. ഇന്ത്യയിൽ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി അജിത് സിംഗ് എന്ന് പറയുന്ന ആൾക്കൊരു ലോണ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലോണുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിട്ടിയിരിക്കുന്ന എമൗണ്ട് ആണ് 2,40,000. അപ്പോൾ ഇൻകം ഏൺഡ് അല്ലെങ്കിൽ ഇൻകം അക്രൂഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി, അതായത് ഇന്ത്യയിലാണ് ബിസിനസ് നടത്തുന്നത്, റൺ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തു നിന്നുള്ള ഇൻകം ഉണ്ടാകുന്നത് ഇന്ത്യയിലാണ്. ആ ഉണ്ടായിട്ടുള്ള ആ ഇൻകത്തിന്റെ പുറത്ത് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഇൻകം ഒറിജിനലി അക്രൂ ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. റിസീവ് ചെയ്തത് എവിടെയാണെന്നുള്ള പോട്ടെ. അപ്പോൾ ഇൻകം അക്രൂഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വലി ടാക്സബിൾ ആണല്ലോ. സോ ദാറ്റ് 2,40,000 interest income which is accrued in India is equally taxable to resident, ordinarily resident, not ordinarily resident and non-resident. ഇനി ഓരോ റെസിഡൻസിനും ഉള്ള ടാക്സ് ലയബിലിറ്റി എത്രയാണെന്നുള്ളത് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ആഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് റെസിഡന്റ് ഓർഡിനറി റെസിഡന്റിന് വരുന്നത് 2 lakh
then 12 lakh, 1 lakh, 2 lakh 50,000, 3 lakh, 7 lakh, 15 lakhs, 5 lakhs, 2 lakh 40,000. Altogether it amounts to 49 lakhs and 90,000. അടുത്ത നോട്ട് ഓർഡിനറി റെസിഡൻറ്റിന് 30 lakhs 40,000 ആയിരിക്കും. നോൺ റെസിഡൻറ്റിന് 24 lakhs 65,000 ആയിരിക്കും. ഓക്കെ, അത് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.